ഹായ് ഹലോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു 1 മന്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ വീഡിയോ ഇടാത്തതെന്നുള്ള റീസണും കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നല്ലേ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ വ്ളോഗ് ഇടാത്തത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ വ്ളോഗ് ഇടാത്തതെന്നൊക്കെ. വീഡിയോസ് നിർത്തിയോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഇതൊരു രാവിലെ 10:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളും മദ്രസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നല്ല പോലെ കിടന്നുറങ്ങിയിട്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടന്നതാണേ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മക്കളെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് അരിയും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിന് വേണ്ടിയിട്ട്. സ്കൂളും മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വൈകിട്ടാണ് എണീക്കാറുള്ളത്. കിടക്കുമ്പോൾ വൈകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എണീക്കാനും വൈകുന്നത്. പിന്നെന്താ കട്ടൻ കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എങ്ങനെയും ഇവിടെ ഒരു ഗ്ലാസ് കട്ടൻ വെക്കണം. അപ്പോൾ അതിനൊപ്പം എല്ലാവർക്കും കൂടി കട്ടൻ വെച്ചതാണ്. പിന്നെ ഇന്ന് അപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കിയാൽ വൈകിപ്പോവും. അപ്പോൾ നമ്മളിന്ന് കട്ടനും പോപ്പുലറിൻ്റെ റസ്ക്കും കൂടിയാണ് കഴിക്കുന്നുള്ളത്. അപ്പോൾ ഇത് കൊടുത്താൽ തന്നെ മക്കൾക്ക് ഹാപ്പിയാണ്. അപ്പം കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് സന്തോഷമാണ് കേട്ടോ. അപ്പം കഴിക്കാൻ വലിയ മടിയാണ് രാവിലെ. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ബാക്കി പണികളൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു. പിന്നല്ലേ കുറേ ആൾക്കാർ ഇപ്പോൾ ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ 2 മാസം മക്കൾക്ക് സ്കൂളിൽ ലീവുള്ള ദിവസമാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ കുറേ ഫങ്ഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മൾ മക്കളൊക്കെ ഉള്ളതല്ലേ, കുറച്ച് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് അതൊക്കെ പെൻഡിങ്ങിലാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ മക്കളുള്ള ദിവസം നമുക്ക് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റില്ല. അവർ സൗണ്ടാക്കും, അല്ലെങ്കിൽ ടി വിയുടെ സൗണ്ട് ഉണ്ടാവും, മ്യൂസിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറ്റില്ല എന്ന് വെച്ചിട്ട് ഞാൻ വോയിസ് ഓവറൊന്നും കൊടുക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. 2-3 പ്രാവശ്യം കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പറ്റിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കൂടുതൽ ദിവസവും എവിടെയെങ്കിലും പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് ഇത്രയും ദിവസം ചെയ്യാത്തത്. 1 മന്തിൽ കൂടുതൽ ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അതിനിടയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ വീടിൻ്റെ ഒരു വീഡിയോസാണ്. അപ്പോൾ അതിനിടയിൽ തന്നെ ഞാൻ വോയിസ് ഓവറും കാര്യങ്ങളൊന്നും വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ടാകുമ്പോൾ ആ ഒരു ടൈമിൽ കൊടുത്തൊരു വീഡിയോയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനങ്ങനെ വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം കേട്ടോ. പിന്നെ വീഡിയോ നിർത്തിയതാണോ അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ചാനൽ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ചാനലൊന്നും നിർത്തിയിട്ടില്ല. കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും ഇടാത്തതാണ്. പിന്നെ ഇന്ന് ഉച്ചക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാ ചിക്കൻ കറിയും ചോറും പൊരിച്ചതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ചെടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് കറിക്കും വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വേഗം ചിക്കനൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. സാധാ നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയും പൊരിച്ചതാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. നോർമൽ രീതിയിൽ നല്ല സിമ്പിളായിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്ന ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നിറയെ ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് തോനെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡറും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സുർക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ആക്കി നോക്ക്.
അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാസർഗോട്ടുകാർ ഇവിടെ വെക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത് കേട്ടോ. നല്ല പോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3 പച്ചമുളക് അരിഞ്ഞതും ഒരു വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ ഒന്ന് പൊരിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്ത പാനിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാനൊരു ടെക്നിക്കും കൂടി ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചക്ക മുറിച്ചതാണ് കേട്ടോ. കത്തിയിൽ ചക്ക മുറിച്ച് നന്നായിട്ട് അതിൻ്റെ വെളഞ്ചലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കാനുള്ള ഒരു ടിപ്പാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നുള്ളത്. അപ്പോൾ കത്തിയിൽ നല്ലപോലെ ആയാൽ നമുക്കിത് പെട്ടെന്നൊന്നും പോയി കിട്ടില്ല, കയ്യിലൊക്കെ ആയി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. നന്നായിട്ട് കത്തി ഒന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ കത്തിയിലുള്ള എല്ലാ പശയും പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചക്ക മുറിച്ചതിൻ്റെ ഒരു പശയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതാ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കുന്നതിലേക്ക് പോകാം. ചിക്കനൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിക്കാൻ വെച്ചത് നല്ലപോലെ വെള്ളമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിരിച്ചും മറിച്ചും നന്നായിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും മൂടി വെച്ചുകൊണ്ട് തന്നെ. നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ അതിൽ നിന്നും ഗ്രേവിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ആ ഗ്രേവിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആവാതെ എന്താ പറയുക അരപ്പോട് കൂടിയിട്ട് ചിക്കൻ ഇങ്ങനെ പൊരിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ച് നോക്കുക കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കറിക്ക് എന്തൊക്കെ ചേർത്തു എന്ന് വെച്ചാൽ വറുത്ത കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂണും വറുത്ത് വെച്ച മല്ലിപ്പൊടി ഒരു 6 ടേബിൾ സ്പൂണും പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് ചിക്കൻ മസാല പൗഡറും പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്താൽ ചിക്കൻ കറിയും കൂടി റെഡി ആയിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ഉച്ചക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വൈകുന്നേരം 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാനിപ്പോൾ പുറത്ത് കാണിക്കുന്നുള്ളത് കേട്ടോ. നല്ല മഴമൂടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താവുമെന്നറിയില്ല, നല്ല മഴ പെയ്യുന്ന ഒരു ലക്ഷണമാണ് ഇവിടെ കാണുന്നുള്ളത് കേട്ടോ. അപ്പോൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ പോവലാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് എടുക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ബീച്ചിലാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എല്ലാവരും ഉണ്ട് കേട്ടോ. ഉമ്മ ഉണ്ട്. അപ്പോൾ മോള് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ്. ഇന്ന് കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കല്ലുമ്മക്കായൊക്കെ കഴിക്കാനേ കുട്ടികൾ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ കുറച്ച് എൻജോയ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇവിടെ. അവർ നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാത്രിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട്. ഇന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാന്നേ. അപ്പോൾ അവരവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നമ്മൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം മക്കൾസൊക്കെ കളിക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.